ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം 9:30 ആയിട്ടുണ്ട്, 9:45 ഞാനിപ്പോൾ ഏകദേശം ഇതിപ്പോൾ എൻ്റെ ബുക്കാണ്. ഇപ്പോൾ കെമിസ്ട്രിയുടെ ഷോർട്ട് നോട്ട് ബുക്കുണ്ട്. അപ്പോൾ ഇത് മറ്റേ ചാപ്റ്ററാണ്, മറ്റേ ആലോഹാരിൻസിനായിട്ടേക്കും. ഇതിനിപ്പോൾ അത് ഫുൾ ഓർഗാനിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനാണ്. ഇപ്പോൾ ക്ലാസ് കേൾക്കണം. ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ആൻഡ് സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് പഠിക്കണം. ഷോർട്ട് നോട്ട്സ് കൊണ്ട് കുറേ ഗുണമൊക്കെ ഉണ്ട് കേട്ടോ, പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ മറന്നും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സാമിൻ്റെ ക്ലാസ് കേട്ട് നോക്കാം. ഇത് എന്താണ് എൻ്റെ പൊന്നു കേസ്, ഇതിനകത്ത് ഇപ്പോൾ ലെക്ചർ ക്ലാസ്സിനകത്ത് വേറെ ചാപ്റ്റർ എടുക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എടുക്കുമ്പം ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതിനകത്ത് ആകെ 4 ലെക്ചർ ക്ലാസ്സേ ഉള്ളൂ. ലേണിംഗ് വീഡിയോസിനകത്ത് ആകെ 4 ലെക്ചർ ക്ലാസ്. നോക്കിക്കേ, ഇത് പൊന്നു ഞാനാകെ പെട്ടു. ഇനിയിപ്പോൾ ഞാൻ 4 ക്ലാസ് കാണാനാണ്. ഇനിയിപ്പം 4 ലെക്ചേഴ്സ് നോക്കിക്കേ, 4 ലെക്ചേഴ്സ്, ഏകദേശം 4 ലെക്ചർ കൊണ്ട് ഇനി എന്ത് കാണിക്കാനാണ് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇവരെ സൈലത്തിൻ്റെ എല്ലാം 1 ഷോട്ടുകളെല്ലാം കണ്ട് നോക്കട്ടെ. ഇനിയിപ്പോൾ അത് വല്ലതും ഉണ്ടോ നോക്കാം. അങ്ങനെ കുറേ ഇത് പൊന്നു എനിക്കറിയത്തില്ല. ഇത് ബയോമോളിക്കൂൾ ബാക്കിയുള്ള ചാപ്റ്ററിനുണ്ട്, ഇതിന് മാത്രം ഇല്ല. എനിക്കറിയത്തില്ല കേസ് എന്താണിങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. I sense the change in energy. All of my fuses blown. If I decide, build it a bonfire. ഏകദേശം ഡയാസോണിക് സോഴ്സ് ഏകദേശം 39 സമയം ഏകദേശം 11:30 ആയി. ഇനിയിപ്പം ഇത് സ്കൂളിലെ നോട്ട്സാണ്. ഇതിപ്പോൾ ഞാൻ സ്കൂളിലെ നോട്ട്, ഇതിപ്പോൾ എൻ്റെ നോട്ട്, ഞാൻ ഉണ്ടാക്കുന്ന നോട്ട്. ചാപ്റ്റർ ഇച്ചിരി വെറുപ്പിലാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് രസമൊക്കെ തോന്നും. പക്ഷേ പഠിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞാൽ മറന്നു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഉള്ളിൽ എന്നെ പേടിപ്പിക്കുക. ഇതൊക്കെ എന്താ സ്ഥലം ഇട്ടേക്കെന്ന് വെച്ചാൽ മറ്റേ ചാപ്റ്ററിൻ്റെ കുറച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനുണ്ട്. എന്നോട് സാറ് പറഞ്ഞായിരുന്നു ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ എന്നെ ഒന്ന് പിടിച്ച് എന്തോ എന്താണ് ആകെ സീനാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ്, കണ്ടിന്യൂഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു ചാപ്റ്റർ പഠിച്ച് പക്ക സെറ്റാക്കിയിട്ട് മറ്റേ ചാപ്റ്ററേക്ക് പഠിക്കാൻ തുടങ്ങാം. അതുപോലെ നിങ്ങൾ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഉള്ള ഷീറ്റിനില്ലാതെ പഠിക്കാം. ഓക്കെ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അതൊന്നും കണ്ടിട്ട് നോക്കാം. Calling your name but only feel the calls. I sense the change in energy. All of my fuses blown. If I decide, building a bonfire. ലെക്ചർ ക്ലാസ് എന്ന് പറയുമ്പോൾ 49 മിനിറ്റ് അങ്ങോട്ട് ആയിട്ട് ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടെ ഉണ്ട്. നമ്മളൊരു ചെന്ന് ഇതായിട്ട് നോക്കുവാണെങ്കിൽ 1 മണിക്കൂറുണ്ട്.
പക്ഷേ എനിക്ക് ഈ ചാപ്റ്റർ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു കേസ്. വലിയ അതായത് നമ്മൾ സ്കൂളിലെ ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ബ്രേക്ക്, ഒരു ഇത് ബ്രേക്കൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ബന്ധമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ നോക്കുമ്പം ഇച്ചേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഓർഗാനിക് ഇപ്പം കുറച്ച് സീനില്ലാതെ വരുന്നുണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ പ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. എന്നുവെച്ചാൽ സാറ് ഒന്നിനും ഉത്തരം പറയാൻ പറ്റത്തില്ല. ആ ചാപ്റ്റർ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പഠിക്കാൻ. അതായത് സ്കൂളിൽ പഠിപ്പിച്ച് തീർന്നു ഇന്നലെ. പക്ഷെ പുള്ളി ആദ്യം തൊട്ടുള്ള ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടു. ഇനിയിപ്പം സമയം ഇപ്പം ഏകദേശം 11 കാലാകും. ഞാനിപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകണം. 10 മണി മുതൽ പഠിക്കാൻ തുടങ്ങി. 10:15 തൊട്ട് തുടങ്ങിയിട്ട് 11:45. ഇപ്പം ഇത് പഠിക്കണം, ഈ റിയാക്ഷൻസ് കൂടുതൽ പഠിക്കണം, അങ്ങനെ ഒരു പണിയുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് പഠിക്കാൻ. എനിക്ക് സെറ്റ് എന്ന് വേണേൽ പറയാം. അറിയത്തില്ല, നമുക്കിനിയിപ്പം നാളെ കാണാം. ഇനിയിപ്പോൾ നാളത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ചാപ്റ്റർ, അതായത് ഈ ചാപ്റ്ററിലെ കഴിഞ്ഞ ചാപ്റ്റർ ആലോ ആൽക്കൈൻസാണ് ആലോ ഹാരിൻസിൻ്റെ ഫുൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ഇൻ ടെസ്റ്റ് എക്സാമ്പിൾ എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരാം. എന്താ അത് ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച, അതായത് പൂജോപ്പിൻ്റെ അവധി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് എഴുതിക്കൊണ്ട് വരണം. എന്ത് തേങ്ങയാണ്. നമ്മൾ 3 ദിവസം കൊണ്ട് എഴുതണം. പ്ലസ് ലാബ് മാനുവലി പഠിക്കണം. ബുധനാഴ്ച ലാബുണ്ട്, അത് ചെയ്യണമെങ്കിൽ അത് പഠിക്കണം. ഇതൊക്കെയാണ് വീഡിയോ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എന്താണ്, ഒരു ആഫ്റ്റർനൂൺ വരെ ഉള്ള ഒരു സ്റ്റഡി ബ്ലോഗാണ്. 12 മണി ആകാറായതേ ഉള്ളൂ. ആഫ്റ്റർനൂൺ ആയില്ലേ. അപ്പോൾ എന്തായാലും എത്ര നേരത്തെ വീഡിയോ ഉള്ളൂ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി കൊണ്ടുള്ളൊരു തലവേദന എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ സംഭവം മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ പെട്ടുപോകും. നമ്മളിത് എവിടേക്ക് ആഡ് ചെയ്യേണ്ടത് സംഭവം. ഇത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് പറഞ്ഞു, അവിടെ അതിൽ നിന്ന് ഇപ്പം പറയുകയാണെങ്കിൽ ആൽക്കഹീൻ ടു ആൽക്കഹോൾ ആക്കാൻ എന്ന് പറയുകയാണെങ്കിൽ, അതായത് പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ ആക്കാൻ പറയുക. സംഭവം സ്ട്രക്ചർ വരയ്ക്കാനല്ല അറിയാം. ആഡ് ചെയ്യേണ്ട എന്താണെന്ന് നമുക്ക് കൃത്യമായി കത്തത്തില്ല. അതായത് H2 ആണോ വാട്ടർ ആഡ് ചെയ്താൽ മതി, അങ്ങനെ അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അതാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. എനിക്കാണ് കൂടുതലും സീനായിട്ട് തോന്നുന്നത്. ഇനിയിപ്പം നിങ്ങളെങ്ങനെ ഉണ്ടോ നിങ്ങളുടെ ഓർഗാനിക് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ ഓർഗാനിക് തയ്യാറായോ? എനിക്കിനി മറ്റേ ചാപ്റ്റർ നോക്കണം, മറ്റേ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. പണിയാണ് അത് കംപ്ലീറ്റ് ചെയ്യാം. അത് അതിൻ്റെ ബാക്കിയായിട്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ ചോദ്യം ചോദിക്കും, പെട്ടു. ഫിസിക്സ് നോക്കണം, ഫിസിക്സ് പഠിക്കണം. വിശക്കുന്ന സത്യം പറഞ്ഞു. രാവിലെ കുറേ കഴിച്ചു, പക്ഷെ രാവിലെ കഴിച്ചു വെച്ചാൽ നേരത്തെ, അതുകൊണ്ട് വിശക്കുന്നു. അപ്പോൾ ഇത്രയുള്ള കഴിച്ച് വീഡിയോ. എങ്ങനെയാണ് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ മാത്സ് ഇൻ്റഗ്രൽസ് എടുത്തോ? ഞങ്ങൾക്ക് ഇൻ്റഗ്രൽസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വെക്റ്റേഴ്സ് ആയിട്ടുള്ളൂ. വെക്റ്റേഴ്സും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് കഴിഞ്ഞില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞുള്ളൂ. പിന്നെ മാക്സിമം മിനിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. പിന്നെ മറ്റേത് വെക്റ്റേഴ്സാണ് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ചൊവ്വാഴ്ച ബുധനാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച വൈകുന്നേരം പൂജ വെക്കും. പൂജ വെക്കുന്ന ദിവസം വരെ വൈബായിരിക്കും. എനിക്ക് മറ്റേ കുട്ടനാട് എക്സ്പ്ലോറിങ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുക, സൈക്കിൾ ഓട്ടി പോകണമെന്നൊക്കെ വെച്ചിരിക്കുക. പക്ഷേ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അതാണ് പ്രശ്നം. വീഡിയോ ഷൂട്ടിങ്ങിന് ഒരു സ്ട്രീനാണ്. നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറഞ്ഞാൽ ലൈക്ക് അടിക്കുക. പിന്നെ ലൈക്ക് അടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ പിന്നെ പോർഷൻസ് നമ്മുടെ കംപ്ലീറ്റ് ആക്കി ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, +2 ഈ പോർഷൻസൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ ഇപ്പോൾ ഇത് തീരാറായി. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, ലൈക്ക് അടിക്കുക. ബട്ട് അതിപ്പം എന്താണ് 113 സബ്സ്ക്രൈബേഴ്സായി. ഒരു മാസം കൊണ്ട് എന്തായാലും നമുക്ക് 1K അടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം. ഓക്കെ, ബൈ.